ഗൈസ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാട്ടെ കിഡില സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കിഡില സെറ്റപ്പ് വെടിച്ചില ഐറ്റം എന്നാണ്. എന്തിട്ടാണെന്നറിയോ, നമ്മുടെ സീറ്റിലെ കൂളിംഗ് ഫംഗ്ഷൻ എങ്ങനെയുണ്ട് കണ്ട. സീറ്റ് കൂളാക്കാനും പറ്റും, ഹോട്ടാക്കാനും പറ്റും. അത് 3 ലെയർ അഡ്ജസ്റ്റ്മെന്റില് നമ്മുടെ കാറിന്റെ AC ലെവലൊക്കെ കൂട്ടില്ലേ, ഫാൻ സ്പീഡ്. അതുപോലെ നമ്മുടെ ഈ ക്ലസ്റ്ററിലെ 3 ലെവലിൽ ഹീറ്റിലും 3 ലെവലിൽ കൂളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ഇതാണ് ഗൈസ് നമ്മുടെ ഏറ്റവും പുതിയ അപ്പാച്ചി RTR 310 എന്ന് പറഞ്ഞുള്ള കിഡില സാധനം. ഇതിന്റെ തന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ RTR 310 ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ടോപ്പ് എൻഡ് വേരിയന്റ് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട് ഫേസും കാര്യങ്ങളും. വാഹനത്തിന്റെ ഫ്രണ്ട് ഫേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉളി പോകുന്ന പോലെ, ഒരു മിസൈൽ പോകുന്ന പോലെയാണ് വാഹനത്തിന്റെ ആ ഒരു ഫേസിന്റെ ലുക്കും കാര്യങ്ങളും. ഇനി അത് മാത്രമല്ല, വാഹനം ഓടിക്കാനും വേറെ ലെവൽ തന്നെ കേട്ടോ. ഇതിലൊരു സ്പോർട്സ് ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവ് മോഡ് ഉണ്ട്. അതിലിട്ട് നിങ്ങൾ ഓടിച്ചൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മോനെ മിസൈൽ പോകുന്ന പോലെ കറക്റ്റ് അതുപോലെ തന്നെ കേട്ടോ. വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ USD ഫോർക്കാണ് 41 ഡയമീറ്ററുള്ള ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷൻ. ഇവിടെ നമുക്കൊരു ഹോഴ്സ് കാണാം. ഈ ഒരു സ്പോർട്ടി ടച്ചാണ് മൊത്തം മെയിൻറ്റെയിൻ ചെയ്തേക്കണേ. ഇവിടെ TVS റേസിംഗ് എന്ന് കാണാൻ ടാങ്കിനെ 11 ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് ആണ് കാണാൻ സാധിക്കുക. ഈ ഒരു ഭാഗത്തിന്റെ ആ ചേസസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താഴെ എഞ്ചിൻ ഗാർഡൊക്കെ കാണാൻ സാധിക്കും. താഴെ നമ്മുടെ ആ എഞ്ചിന്മേ TVS റേസിംഗ് എന്നൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? പൊളിച്ചിട്ടില്ലേ? നമ്മുടെ 17 ഇഞ്ചിന്റെ ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഡുവൽ ഡിസ്ക് ആണ്, ഡുവൽ ചാനൽ ABS ആണ്. ഇതാണ് നമ്മുടെ സീറ്റ്, സ്പ്ലിറ്റ് സീറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. എക്സോസ്റ്റ് നോട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു സ്പോർട്ടി ടച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് എക്സോസ്റ്റ് നോട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അത് മാത്രമല്ല 300 mm ഡിസ്ക് ഫ്രണ്ടിലും ബാക്കിൽ 240 mm ഡിസ്ക് ആണ് കാണാൻ സാധിക്കുക. ഇനി ബാക്കിലത്തെ ആ ഒരു സസ്പെൻഷനും കിഡിലോസ്കി എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി ആയിട്ടുണ്ട്. ബാക്കിലത്തെ പിലിയനെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു പൊസിഷനിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർക്ക്, അതായത് റൈഡർക്ക് ഇരിക്കാനുള്ള സീറ്റ്. എൻ്റെ മോനെ AC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ചൂടുകാലത്ത് പൊളി എന്ന് പറഞ്ഞാൽ പൊളി സെറ്റപ്പാണ്. ഈ TVS റേസിംഗ് ചെയ്തിട്ടില്ലേ, അവിടെ നമുക്കൊരു ബാക്ക് സപ്പോർട്ടാണ്. ഇതാണ് ടാങ്കിന്റെ ഭാഗം. ഈ ഭാഗത്ത് ഗ്രാഫിക്സ് അടിപൊളിയായിട്ടുണ്ട്. E20 ഫ്യൂല് നമുക്ക് ഇതിൽ അക്സസബിൾ ആട്ടോ യൂസ് ചെയ്യാൻ പറ്റും. ടാങ്ക് എന്ന് പറഞ്ഞാൽ പക്കാ സ്പോർട്സ് വണ്ടി എന്ന് പറഞ്ഞാൽ മസിൽ വണ്ടി എന്ന് തന്നെ വിളിക്കാട്ടോ നമുക്ക്. വാഹനം 169 കിലോഗ്രാമാണ് വാഹനത്തിന്റെ കർബ് വെയിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? പിന്നെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്, അതായത് 6 ഗിയർ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് വാഹനത്തിന്റെ ക്ലസ്റ്റർ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറേ ജോയ്സ്റ്റിക്ക് പോലത്തെ സ്വിച്ചുകളും കാര്യങ്ങളും കാണാം. ഇതിൽ നമുക്ക് നാവിഗേഷനും സിസ്റ്റം കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB കണക്ടിവിറ്റി എല്ലാം നമുക്ക് ഇതിൽ കാണാം. ഇനി നമുക്ക് റൈഡിംഗ് മോഡ് നോക്കിയാലോ. ട്രാക്ക്, അതുപോലെ തന്നെ റെയിൻ, സ്പോർട്സ്, അർബൻ, സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിംഗ് മോഡുകളാണ് വാഹനത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. സ്വിച്ചബിൾ ABSും വരുന്നുണ്ട്. എൻ്റെ മോനെ, ഇനി നമുക്ക് എഞ്ചിനെ കുറിച്ച് നോക്കിയാലോ. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ് വരുന്നത്. 310 എഞ്ചിൻ CC. ഇനി അത് മാത്രമല്ല, വാഹനം 35.6 PS പവറും 28.7 Nm ടോർക്കാണ് ചക്കൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൊത്തം അവൻ്റെ ലുക്ക് നോക്കിയാൽ ഈ വാഹനം ഓടിക്കുമ്പോണ്ടല്ലോ, ഇത് ആദ്യമായിട്ടാണ് ഓടിക്കാൻ പോകുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കണം. അവൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറത്താണ്. അത്രയ്ക്കും പവറാണ് വാഹനം. അപ്പോൾ ഒന്നും നോക്കിയും കണ്ട് ഓടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ സീനാണ്, അത്രയ്ക്ക് സീനാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഏകദേശം എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2,43,000 മുതൽ 2,64,000 വരെയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരുന്നത്. ഈ ഒരു പ്രൈസിങ്ങിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കുന്നത്. ഒരുപാട് കണക്ടിവിറ്റിയും കാര്യങ്ങളും, അതുപോലെ തന്നെ AC. ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് AC ഒക്കെ ഇട്ട് സീറ്റിൽ തണുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി അഡ്വാൻസ്ഡ് ടെക്നോളജി തന്നെയാണ്. ടയറിലെ ഒരു ഗ്രാഫിക്സ് ഡിസൈനിങ് വന്നിട്ടുണ്ട് റെഡ് കളറിൽ. എങ്ങനെയുണ്ട്? വീഡിയോ എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ കൂടുതൽ.